പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസം മുഴുവനും അമ്മ മാതാവിന്റെ കൂടെ ആയിരിക്കുവാൻ, അമ്മയുടെ കൃപ, അമ്മയിൽ നിറഞ്ഞ ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്വന്തമാക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളെയും ഒരിക്കൽ കൂടി മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയിൽ ഞങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, സ്വീകരിക്കേണ്ട മാതൃകകൾ, അമ്മയിൽ നിറഞ്ഞ ദൈവിക ശക്തി, ഇതെല്ലാം സ്വന്തമാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസം മുഴുവനും കർത്താവെ, അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങളെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളില് തിരുക്കുടുംബത്തിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം, ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മക്കള് ഉണ്ണീശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിൽ വളരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ. മാതാവിന്റെയും യേശുപിതാവിന്റെയും മാതൃക ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് മാതൃകയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളും എല്ലാ മക്കളും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് കുരിശിൻ ചുവട്ടിലെ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് പഠിക്കേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈശോയുടെ സഹനം രക്ഷാകരമായ സഹനമാണ്. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ രക്ഷാകരമായ സഹനങ്ങൾ കടന്നു വരുന്നു. വേദന, ചില പാപത്തിന്റെ ഫലങ്ങൾ, ചില അകൃത്യങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ വിളിച്ചു. അവൾ വിദേശത്താണ്. അവള് അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, സഭ വിട്ട്, വചനം വിട്ട്, കൂദാശ വിട്ട് ഒരു അക്രൈസ്തവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി അവള് പിന്നീട് ഇപ്പോ ഒരു കണക്കിന് ഒരു വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയി. ഇപ്പോൾ ഈ ചെറുക്കൻ വേറൊരുത്തിയുടെ കൂടെയാണ് ഇപ്പോൾ താമസം. അപ്പൊ ഈ പെങ്കൊച്ച് ഭയങ്കര സങ്കടം, വിഷമം. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കാം, ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചേക്കാം, തടസ്സങ്ങൾക്ക് മാറാൻ. ഞാൻ പറഞ്ഞു, മോളെ, നീ ദൈവത്തെ വിട്ട് പോയി, അടിസ്ഥാനം ഇളകിപ്പോയി. അതുകൊണ്ട് നിനക്കൊരു സഹനം ഉണ്ടാവും. എളുപ്പമല്ല ജീവിതം, എളുപ്പമല്ല. അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വചനം ലംഘിച്ചു, പ്രമാണം ലംഘിച്ചു, കെട്ടാൻ പാടില്ലാത്തവനെ കെട്ടി, അവന്റെ കൂടെ താമസിച്ചു, ഉദാസയില്ല, ദൈവ സാന്നിധ്യമില്ല, ദൈവകൃപയില്ല. പിന്നെ എങ്ങനെ നീ എവിടെ നിന്ന് സന്തോഷം പ്രതീക്ഷിക്കും? അതിന് സഹനം നീ സഹിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സഹനം എന്തിനാണ്? നമ്മുടെ പാപങ്ങൾ നീക്കാൻ. നമ്മൾ ചെയ്ത പാപത്തിന്റെ ശാപങ്ങള്, കടങ്ങള്, അതിന്റെ ദുരിതങ്ങള്, അതിന്റെ വേദനകള്, അതിന്റെ മുറിവുകള്, അതിന്റെ അതിദയനീയമായ ദാരുണമായ പീഡകൾ ഈശോ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ സഹനങ്ങൾ വരും. ഇവിടെയൊക്കെ അത് രക്ഷാകരമായ സഹനമാക്കി എടുക്കാൻ പഠിക്കണം. അവിടെ കർത്താവിന് നമുക്കുള്ളൊരു ഭാഗ്യം ഇതൊക്കെ ഏറ്റെടുത്ത് കർത്താവിനെ കുറിച്ചോട് ചേർത്ത് സമർപ്പിച്ച് ആ പാപത്തിൽ നിന്ന് മാറി അതിൽ നിന്ന് കർത്താവിലേക്ക് തിരിച്ചു വന്ന് ഈ ബലി സ്വന്തമാക്കിയാൽ ഈ സഹനങ്ങൾ രക്ഷാകരമായിട്ട് മാറും. സഹനങ്ങളെ രക്ഷാകരമായിട്ട് മാറ്റിക്കൊണ്ട് നിൽക്കാൻ സാധിക്കും. ഇവിടെ അമ്മയ്ക്ക് അറിയാം യേശു വന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കാനാണ്. യേശു അതിനുവേണ്ടിയെ കുറിച്ച് മരിക്കുന്ന ആ സഹരക്ഷകയായിട്ട് മാറാനുള്ള വിളി സ്വീകരിച്ച അമ്മ ആ കുരിശിൻ ചുവട്ടിൽ, ഞാൻ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിച്ചപ്പോ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ഒരു സാന്നിധ്യത്തിൽ ഒരു ഫോട്ടോ എന്റെ മനസ്സിലേക്ക് വരുന്നെങ്കിലെന്നറിയോ? കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആ കുരിശിൻ ചുവട്ടിൽ ശാന്തമായി നിൽക്കുന്ന നമ്മുടെ അമ്മ. നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഹന ജീവിതത്തിലും കുരിശിന്റെ ചുവട്ടിൽ ഈ സഹനങ്ങളെ, ഭാരങ്ങളെ, വേദനകളെ ഹൃദയത്തിലേറി നമുക്കറിയാം. വ്യാകുലമാണാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമല ഹൃദയത്തോടെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നിരാശയില്ലാതെ അമ്മ നിന്നു. അവന്റെ അമ്മയായ മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. അമ്മ വീണില്ല, അമ്മ ഇരുന്നില്ല, അമ്മ കൂപ്പുകരങ്ങളോടെ നിശബ്ദമായി അവിടെ നിന്നു.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, ഒത്തിരി ദുരിതങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നോക്കിക്കോ, പാപത്തിന് അനന്തര ഫലമായിട്ട് വന്നതായിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അതിലൂടെ വന്ന സഹനത്തെ കർത്താവിന്റെ രക്ഷാകരമായ സഹനത്തോട് ചേർത്ത് ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കൂപ്പുകരങ്ങളോടെ ശാന്തമായി നിന്നുകൊണ്ട് നമ്മൾ ഫലമേൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ രക്ഷാകരമായ കുരിശുമാന ശക്തി വ്യാപരിക്കും. അവന്റെ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കും. അവന്റെ ആത്മാവിന് ശക്തി വ്യാപരിക്കും. കുരിശുമരണം ജീവൻ നൽകുന്ന, ആത്മാവിനെ തരുന്ന കർത്താവിന്റെ വലിയ കരുണയാണ്. അതൊക്കെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അതിനൊരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ഒരു സഹനം വരില്ല. നമ്മുടെ പാപമോ, നമ്മുടെ കുടുംബത്തിന്റെ പാപമോ, മക്കളുടെ പാപമോ, അതിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ സഹനങ്ങളും കയറി വരുന്നത്. അതൊക്കെ നമുക്ക് രക്ഷാകരമാക്കി മാറ്റുന്ന കർത്താവിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് അമ്മയെ പോലെ ആ രക്ഷാകരമാക്കി മാറ്റുന്ന ഒരു സമർപ്പണം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ അത് രക്ഷാകരമായിട്ട് മാറും. അപ്പൊ നമുക്ക് ആ ഒരു അഭിഷേകത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ മകനെ മടിയിൽ കിടത്തിക്കൊണ്ട് അവസാനം നിശബ്ദമായിട്ട് അന്ത്യയാത്ര പറയുന്ന അമ്മ, അമ്മയുടെ നിശബ്ദമായ ആ സഹനം സഹിക്കുന്ന, കുരിശ് സഹിക്കുന്ന ആ സഹരക്ഷകയുടെ വ്യാകുലങ്ങളുടെ വലിയ സാന്നിധ്യ ശക്തി അത് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും പ്രകടമാകാൻ വേണ്ടി വലിയ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അനുഗ്രഹമാണ് മക്കളെ പരിശുദ്ധ അമ്മ. ഈ അമ്മയെ സ്വന്തമാക്കി ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. അതിനമ്മയ്ക്ക് ലഭിച്ച കൃപയുണ്ട്. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. സഹനങ്ങൾ വരും, കാരണം നമ്മളൊക്കെ പാപികളാണ്. അതിന് നീതീകരണത്തിന്റെ സഹനങ്ങളും വേദനകളും വരും. അതിനെ രക്ഷാകരമാക്കി മാറ്റാൻ ഒരു വലിയ കൃപയുടെ ശക്തിയാൽ ഈ സഹനങ്ങളെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ദിനം കർത്താവിന്റെ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും എല്ലാ പ്രാർത്ഥനകളെയും സമർത്ഥമായിട്ട് കൃപ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകള്, സഹനങ്ങള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, ഞങ്ങളുടെ കണ്ണുനീര്, നെടുവീർപ്പുകള്, എല്ലാ തകർച്ചകള്, രോഗപീഠകള് എല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുരിശിൻ ചുവട്ടില് കർത്താവെ അങ്ങ് അർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് പാപത്തിന്റെ അനന്തര ഫലങ്ങളാകുന്ന സഹനങ്ങള്, ശാപങ്ങള്, മുറിവുകള്, പീഡനങ്ങള് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോ അതിനോട് ചേർന്ന് വ്യാകുലമാളാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമല ഹൃദയത്തോടെ കുപ്പകരങ്ങളോടെ നിന്ന പരിശുദ്ധ അമ്മയോട് കൂടെ ഞങ്ങളും ഇന്ന് അങ്ങയുടെ തിരുമുമ്പില് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ സഹനങ്ങള്, ഞങ്ങളുടെ മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങള്, എല്ലാത്തിന്റെയും പേരിൽ പാപത്തിന്റെ സാന്നിധ്യമുണ്ട് കർത്താവേ. ആ സഹനങ്ങളെ, ആ വേദനകളെ, ആ പരാജയങ്ങളെ, ആ തടസ്സങ്ങളെ, ആ പ്രതിസന്ധികളെ, ആ നിരാശയെ കർത്താവെ, മാനസിക ഡിപ്രഷന്, രോഗപീഠകളെ എല്ലാത്തിനും മുമ്പിലേക്ക് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്കായി, ഞങ്ങളുടെ മക്കൾക്കായി, ഞങ്ങളുടെ കുടുംബത്തിനായി അത് രക്ഷയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, പരിശുദ്ധ അമ്മയുടെ ഈ സഹനത്തിന്റെ യോഗ്യതയാലും അങ്ങ് കുരിശർപ്പിച്ച ബലിയുടെ യോഗ്യതയാലും ഞങ്ങളുടെ മേലുള്ള, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ ശിക്ഷകള്, എല്ലാ സഹനങ്ങള്, എല്ലാ പൈശാചിക പീഡകള്, എല്ലാ തകർച്ചകള്, എല്ലാ ബന്ധനങ്ങള്, എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അതിനുവേണ്ടി മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ഒക്ടോബർ മാസത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, വലിയൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കാൻ, വലിയ വിടുതൽ ലഭിക്കാൻ, പാപത്തെ വിട്ടുമേട്ടിച്ച് അങ്ങയുടെ കരുണ സ്വന്തമാക്കാൻ മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സഹനത്തിന് കാരണമായ എല്ലാ പാപശാപ പൈശാചിക ബന്ധനങ്ങളെയും എടുത്തു മാറ്റുന്ന
കർത്താവിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് അമ്മയുടെ സാന്നിധ്യത്തില് നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകം ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. മക്കളെ, മാനസാന്തരം സംഭവിക്കട്ടെ, കുരിശിൻ ചുവട്ടിലേക്ക് കടന്നു വരട്ടെ, പരിഹാര ബലി സ്വന്തമാക്കട്ടെ. അമ്മയോട് ചേർന്ന് ബലിയർപ്പിച്ച് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ദിവ്യകാരുനാഥന്റെ വലിയ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എന്ന് പറയുന്ന വചനങ്ങളും സന്ദേശങ്ങളും യോഗ്യതയോടെ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേ.